ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ലക്ഷ്മി നായർസ് ട്രാവൽ വ്ളോഗ്സ്. ഇന്ന് വൈകുന്നേരമാണ് പുറത്തിറങ്ങുന്നത്. ഇപ്പോൾ സമയം 5:30. ഏകദേശം ഒരു 6-6:30 മണിക്ക് എത്തിയാൽ മതി എന്നാണ് പറഞ്ഞിട്ട് തന്നെ പോകുന്നത്. ഒരുപാട് വെറൈറ്റീസ് ഓഫ് ദോശ കഴിക്കാൻ പോകാൻ ആ ഭാഗത്തേക്കാണ്. ഇത് പെരിങ്ങമല ഭാഗമാണ്. അപ്പോൾ കറക്റ്റ് ലൊക്കേഷൻ എനിക്ക് അയച്ചു തരാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് പോയാലോ. ഇപ്പോൾ ഇറങ്ങുമ്പോൾ നല്ല വെളിച്ചമൊക്കെ ഉണ്ട്, തിരിച്ചു വരുമ്പോൾ ഇരുട്ടായിരിക്കും. മന്ന മസാല ദോശ വെറൈറ്റീസ്. ഓക്കെ, ഓണറാണോ? ഓണർ ഇദ്ദേഹം തന്നെയാണോ ഉണ്ടാക്കുന്നത്? ഓണർ കം വർക്കറാണ് മൊത്തം. ശരി, പല വെറൈറ്റീസ്. എത്ര വെറൈറ്റി ഉണ്ട് ഇവിടെ? 40 വെറൈറ്റി. ഓക്കെ, എല്ലാം എന്താ പറഞ്ഞ എല്ലാം സൗത്ത് ആഫ്രിക്ക എല്ലാ ടൈപ്പും ഉണ്ടല്ലേ. മന്ന മസാല ദോശ വെറൈറ്റീസ്. ഇതിൻ്റെ മെനു കാർഡ് നോക്കിക്കോളൂ. ഏകദേശം മസാല ദോശ, സെറ്റ് മസാല ദോശ, പ്ലെയിൻ ദോശ, നെയ് റോസ്റ്റ്, ബട്ടർ ദോശ, മൈസൂർ മസാല ദോശ, ജിനി ദോശ, ഇങ്ങനെ കുറേ മസാല ദോശ. ഈ വെറൈറ്റി ഓഫ് ദോശാസ് നമ്മൾ കാണുന്നത് മദേഴ്സ് പ്ലാസയിലാണ് ഇപ്പോൾ തിരുവനന്തപുരത്ത്. ഇതിപ്പോൾ ചെറിയ കടയാണ്, പക്ഷേ എല്ലാ ടൈപ്പ് സാധനങ്ങളും ഉണ്ടെന്നാണ് പറയുന്നത്. ഗംഭീരം. ഇത് എത്ര നാളായി തുടങ്ങിയിട്ട്? ഓക്കെ, ആ 2 മാസം കഴിഞ്ഞു അല്ലേ. ഓ അത് ശരി. ചീസ് ഒണിയൻ ഊത്തപ്പം, പിന്നെ ഊത്തപ്പം തന്നെ വേറെ, ദിൽകുഷ് ദോശ, ചോക്ലേറ്റ് ദോശ, ചട്നി പൗഡർ ദോശ, പനീർ ഫ്രാങ്കി, ചീസ് ഫ്രാങ്കി, ഒണിയൻ ദോശ, ചിക്കൻ നൂഡിൽ ദോശ, ചിക്കൻ മൈസൂർ ദോശ, പനീർ മസാല ദോശ, ബട്ടർ മസാല ദോശ, മുട്ട ദോശ. ഏതാണ്ട് 70 വെറൈറ്റീസ് ഉണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇനി കുറച്ച് ദോശ ഉണ്ടാക്കണം കാണാം അല്ലേ. ആദ്യം കൊള്ളാം, പക്ഷേ കേട്ടോ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ. ഓപ്പൺ ആയിട്ടാണ് ചെയ്യുന്നത്. പുറത്തേക്ക് കട ഇരുന്ന് കഴിക്കാൻ അകത്തേക്ക് ഇരിക്കാം, ഉണ്ടാക്കുന്നത് വെളിയിലാണ്. ഇത് വൈകുന്നേരം 5 മണിക്കാണോ തുടങ്ങുന്നത്? ആ, എന്നിട്ട് എത്ര മണി വരെ പോകും? ആണല്ലേ, രാത്രി 11 വരെ പോകും. തിരക്കുണ്ടോ ഇവിടെ? ഭയങ്കര തിരക്കാണ് അല്ലേ. ഇദ്ദേഹത്തിൻ്റെ പേര് സുമീഷ് കുമാർ. ഓക്കെ, അപ്പോൾ ഇവിടെ വെറൈറ്റീസ് ഓഫ് ദോശയാണ്. അതാണ് നമ്മുടെ സ്പെഷ്യൽ കാണാൻ പോവാണ്. ഇതിപ്പോൾ പ്ലെയിൻ ദോശ അല്ലേ. ഇത് ഓർഡർ വന്നിട്ടാണ് ചെയ്യുന്നത്, പ്ലെയിൻ ദോശ. മാവിന് എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? മാവിൽ വ്യത്യാസമുണ്ടോ? റവയും കൂടെ ചേർക്കും അല്ലേ. ഓക്കെ, ഒരു കളർ ഡിഫറൻസ് ഉണ്ട്. ആ, അതിപ്പോൾ എന്ത് ദോശയാണത് മസാല ദോശ. ഓ, അതിൽ കുറച്ച് ഉള്ളിയുടെ ഒരു മിക്സ്, പിന്നെ ഒരു ചട്നി, പിന്നെ കുറച്ച് പൊടികൾ. അദ്ദേഹത്തിൻ്റെ സ്പെഷ്യലാണ് അതെല്ലാം. മുളക് പൊടി, മസാല, ഗരം മസാല, ഓയില്. ഇത് പ്ലെയിൻ ദോശ അല്ലേ. മസാല ദോശ ഓർഡറാണോ? ആരെങ്കിലും പറഞ്ഞോ? പാർസലാ? ഓക്കെ, കുറച്ച് മസാല നേരത്തെ റെഡിയാക്കി വെക്കും അല്ലേ, ഉച്ച കഴിയുമ്പോൾ. ഓക്കെ, ഇവിടെ ലൈവായിട്ട് ദോശ ചുടുന്നത് മാത്രമേ ഉള്ളൂ. ഓക്കെ, എല്ലാം ഫ്രഷ് ആൻഡ് ലൈവ്. സെഷ്വാൻ. ഇതിപ്പോൾ സെഷ്വാൻ സോസ് സെപ്പറേറ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ, ഉണ്ടാക്കും. ഇദ്ദേഹം കുറേ രാജ്യങ്ങളിലൊക്കെ ജോലി ആണല്ലേ. ചോദിച്ചോട്ടെ, ഏതൊക്കെ രാജ്യങ്ങളിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്? ദുബായിലുണ്ടായിരുന്നു, കുവൈറ്റിൽ. അതെല്ലാം കഴിഞ്ഞിട്ട് ഇപ്പോൾ സ്വന്തമായിട്ടൊന്നും തുടങ്ങാൻ തോന്നുന്നു നാട്ടിൽ. ആ, ഓക്കെ, ബോംബെയിലും ഗുജറാത്തിലൊക്കെ വർക്ക് ചെയ്താണ്. ഫൈനലി നാട് വന്നു. നാട്ടിൽ ഒരു സ്വന്തമായിട്ടൊരു സ്ഥാപനം ഇങ്ങനെ തുടങ്ങണം. അപ്പോൾ ഇത് പ്ലെയിൻ ദോശ. ചെയ്ത് അപ്പോൾ സെഷ്വാൻ മസാല അദ്ദേഹം ഉണ്ടാക്കിക്കൊണ്ട് വരും. പിന്നെ മസാല നേരത്തെ പ്രിപ്പയർ ചെയ്തിട്ട് വരും. ബാക്കി കുറേ കാര്യങ്ങൾ ഇവിടെ ഉണ്ടാവും. ആ പ്ലെയിൻ ദോശ റെഡി. പ്ലെയിൻ ദോശ. ഒരു ജിനി, 2 ചിക്കൻ മൈസൂർ. ഓക്കെ, ചിക്കൻ മൈസൂർ അല്ലേ. അപ്പോൾ ഇനി അടുത്ത് ഉണ്ടാക്കാൻ പോണത്, ഇത് മസാല ദോശയാണ്. ഇനി ഉണ്ടാക്കാൻ പോണത് ജിനി ദോശ, പിന്നെ ചിക്കൻ മൈസൂർ ദോശ. ഓക്കെ, ഇതൊരു മസാല ദോശ. ഇതിൻ്റെ ഒരു ഓർഡറും കൂടി ഉണ്ട്, 2 മസാല ദോശയാണ്. അത് കഴിഞ്ഞാൽ പിന്നെ ഒരു ജിനി ദോശ കാണാം, പിന്നെ ഒരു മൈസൂർ ചിക്കൻ മസാല ദോശയും കാണാം. അപ്പോൾ ഇനി ജിനി ദോശ ഇടാൻ നോക്കാൻ പോകല്ലേ? ഓക്കെ, ഇവിടെ ജിനിയാണ് ഇടാൻ പോകുന്നത്. ഓക്കെ, ജിനി ദോശ.
ഈ മാവിനും വ്യത്യാസമുണ്ട് കേട്ടോ. സാധാരണ ഉഴുന്ന അരി മാത്രമാണ്, ഇദ്ദേഹം കുറച്ച് റവയും കൂടി ചേർത്തിട്ടാണ് ഈ മാവ് തയ്യാറാക്കി വയ്ക്കുന്നത്. നല്ല ക്രിസ്പി ആയിട്ട് കിട്ടാനായിട്ട്. അത് നോക്കണ്ട. ഇതിലിപ്പോൾ സവാള, ക്യാരറ്റ്, പിന്നെ ബീട്രൂട്ട്, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ, ക്യാബേജ്, എല്ലാ കാര്യങ്ങളും ഉണ്ട് ചോപ്പ് ചെയ്ത്. ഇതെല്ലാം അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ക്യാബേജ് ഇത് ജിനി ദോശയ്ക്ക് വേണ്ടിയിട്ടാണ്. കുറച്ച് ചട്നി. ഇതെന്ത് ചട്നിയാണ്? അതെ തേങ്ങ ചേർത്ത ഒരു മിക്സ്. ഇതിൻ്റെ കൂടെ ഇപ്പം ചില്ലി സോസ് പോലൊരു കാര്യം ഒഴിക്കുന്നു. ചില്ലി സോസ് തന്നെയല്ലേ ഒഴിച്ചേ? ചില്ലി സോസ്. ഓക്കെ. ഇത് മുളക് പൊടി, കുരുമുളക് പൊടി, ഉപ്പ്, പിന്നെ ഇദ്ദേഹത്തിൻ്റെ തന്നെ ഒരു മസാല, ഗരം മസാല പോലെ ഒരു കാര്യം. കുറച്ച് എണ്ണ ഒഴിക്കും. ഇവിടെ കുറച്ച് വോയിസ് ഡിസ്റ്റർബൻസ് ഉണ്ടാകും. ഒന്ന് അമ്പലത്തിലെ ശബ്ദം, രണ്ട് റോഡ് സൈഡാണ്, വാഹനങ്ങളുടെ ഒരു വോയിസ് ഡിസ്റ്റർബൻസ് പ്രതീക്ഷിക്കാം. കുറച്ച് സെഷ്വാൻ മസാല ചേർക്കുന്നു. അതും ഹോം മെയ്ഡാണ്, അദ്ദേഹം തന്നെ ഉണ്ടാക്കിക്കൊണ്ട് വരുന്നതാണ്. ടൊമാറ്റോ കെച്ചപ്പ്, ജിനി ദോശ ഇൻ ദ മേക്കിംഗ്. കുറച്ച് ക്യാപ്സിക്കം കൂടി ഇട്ടു, അല്പം. എന്നിട്ട് ഇത് അടച്ചിടുന്നു. ഇതൊന്ന് ആവി കയറാൻ വേണ്ടിയിട്ടാണ്. എണ്ണ ഒഴിച്ചിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട്, കാര്യം അതൊന്ന് കുക്കായി കിട്ടാൻ. അപ്പോൾ അതിന് അടപ്പ് മാറ്റിയിട്ട് ഒന്ന് ഉടച്ചു കൊടുക്കുകയാണ്. ഒന്ന് വാടി കുഴഞ്ഞ് വരുന്നുണ്ടല്ലോ, വെന്തിട്ടുണ്ട്. പുള്ളി അതൊന്ന് ഉടച്ച് മിക്സ് ചെയ്യും. ഓക്കെ. കറക്റ്റ് ചൂടിൽ ഗുജറാത്തിൽ നിന്ന് കൊണ്ടുവന്ന കല്ലാണ് അല്ലേ? ഓക്കെ. ഇതിപ്പോൾ പനീറല്ലേ? അല്ല, ചീസാണോ? ചീസ്. ഓക്കെ. കുറച്ച് ചീസ് ഗ്രേറ്റ് ചെയ്തിടുന്നു. പനീർ ഇടില്ല? അല്ല, ഇതിലിടില്ല, ജിനിയിലിടില്ല. ഓക്കെ. ഇതിപ്പോൾ ചീസാണ് ഇടുന്നത്. ജിനി ദോശ മടക്കി തുടങ്ങി. ഇതാണ് പരിപാടി. ജിനി ദോശ. ചിക്കൻ മൈസൂർ ദോശ ഉണ്ടാക്കാൻ പോണു. ഓക്കെ. അപ്പൊ ഈ കട ഒരു ഹിറ്റായി മാറിക്കഴിഞ്ഞു അല്ലേ? യെസ്. ഇത് മൈസൂർ ചിക്കൻ ദോശയാണ് അല്ലേ? ഓക്കെ. മസാല, പിന്നെ അത് കഴിഞ്ഞിട്ട് ഉള്ളി, മസാല ദോശയുടെ പൊട്ടറ്റോ ഉള്ളി, ടൊമാറ്റോ, പിന്നെ കുറച്ച് സോയാ സോസ്, കുറച്ച് സെഷ്വാനും ഇട്ടു അല്ലേ? കുറച്ച് സെഷ്വാൻ സോസ് അതിലിട്ടു, സോയാ സോസും ഇട്ടു. ഇതിലാണ് ചില്ലി സോസ് ഇട്ടത്, അതിൽ ഇതാണ് ചേർക്കുന്നത്. ജിനി ദോശയിൽ എന്താ പറയുക, ചില്ലി സോസാണ് ചേർത്തത്. പക്ഷെ അവിടുത്തെ എന്താ പറയുക, മൈസൂർ ദോശ ചിക്കനിൽ സോയാ സോസ്, സെഷ്വാൻ സോസ് രണ്ടും ചേർത്തു. അതിൻ്റെ വേറൊരു കാര്യം കൂടി ചേർക്കാൻ പോണു. ഇതിലേക്കാ കുറച്ച് ടൊമാറ്റോ കൂടെ ചേർത്തു. കുറച്ച് വെള്ളം ഒഴിക്കുന്നു. യെസ്. മിക്സിങ്. ഇത് മൈസൂർ ചിക്കൻ മസാല, ചിക്കൻ മൈസൂർ ദോശ. അതിൽ ചിക്കൻ ഇല്ല, ചിക്കൻ വരുമല്ലോ. ഓക്കെ, ചിക്കൻ. ഓക്കെ. ഇതിപ്പോൾ മസാല ദോശ പോലെയാണ്, ബാക്കി കാര്യങ്ങൾ കുറേ. പക്ഷേ അതിൻ്റെ കൂടെ ഒരു ചിക്കൻ ഉണ്ട്, അതെല്ലാം കൂടി ചേർത്ത് ചിക്കൻ ഇട്ടു. ചിക്കൻ വേവിച്ചാണ് അല്ലേ? വേവിച്ച ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് വേവിച്ച ഫ്രൈ ചെയ്തിട്ടാണ് അല്ലേ? ഓക്കെ. അവിടെ കഴിഞ്ഞു അല്ലേ? മൈസൂർ മസാല, മൈസൂർ ചിക്കൻ ദോശ. അതും പാർസലാണ്. ഇതൊന്നും എനിക്കുണ്ടാക്കുന്നതല്ല, ഇതവിടെ പോകുന്ന പാർസലാണ്. അങ്ങനെ വെറൈറ്റി ദോശാസ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം ഓർഡറിന് പോയ ദോശാസാണ്, ഇതൊന്നും എനിക്ക് ഉണ്ടാക്കിയതല്ല. ഇനി നമ്മൾ കാണാൻ പോകണു എനിക്ക് വേണ്ടി ചോപ്സ്യൂ പോലെ പനീർ ചോപ്സ്യൂ ദോശ എന്ന് പറഞ്ഞാൽ ഇതിൽ നൂഡിൽസ്, പനീർ എല്ലാം കൂടി ചേർന്ന് വരുന്ന ഒരു മിക്സ്ഡ് സാധനമാണ്. പിന്നെ നമുക്ക് ഏത് സെലക്ഷൻ എടുത്തിട്ട് നമുക്ക് നോക്കാം. ഈ ദിൽഖുഷ് എന്താ സംഭവം? ദിൽഖുഷ് ദോശ അതിൽ മറ്റേ ടൂട്ടി ഫ്രൂട്ടി ഒക്കെ ഇട്ട് ചെയ്യുന്നതാണോ? ചീസൊക്കെ ഇട്ട് അത്. ഓക്കെ. എനിക്ക് വേണ്ടി ഉണ്ടാക്കുന്നു. മൈ ഓർഡർ. തിൻ ക്രിസ്പി ദോശയായിട്ട് തന്നെയാണ് ചെയ്യുന്നത്. ആദ്യം ഒണിയൻ സബ്ജി, അതിൽ കുറച്ച് ക്യാരറ്റ് ഉണ്ട്, കുറച്ച് ബീറ്റ്റൂട്ട് ഉണ്ട്, പിന്നെ കുറച്ച് ക്യാപ്സിക്കം ഇടുന്നു, കുറച്ച് ക്യാബേജ് ഇടും. എല്ലാ കാര്യങ്ങളും വന്നു കഴിഞ്ഞു. യെസ്, സബ്ജി. ഇനി കുറച്ച് ഇവിടുത്തെ സ്ഥിരമായിട്ടുള്ളൊരു ചട്നിയാണിത്, ചെറുതൊരു തേങ്ങ വെച്ചിട്ട് നിൽക്കുന്ന ചട്നി, പിന്നെ കുറേ ചില്ലി സോസ്. ചോപ്സ്യൂ ദോശയാണ് ഉണ്ടാക്കുന്നത്, പനീർ ചോപ്സ്യൂ. കുറച്ച് വിനിഗർ, ഇനി കുറച്ച് ടൊമാറ്റോ കെച്ചപ്പ്, പിന്നെ കുറച്ച് മുളക് പൊടി, കുറച്ച് സെഷ്വാൻ മസാല ഉണ്ടാക്കി കൊണ്ടുവന്ന മസാലയാണ്, പിന്നെ കുറച്ച് ഉപ്പ്, കുറച്ച് ഗരം മസാല, അതും ഇവിടെ അവരുടെ തന്നെ ഓൺ മസാലയാണ്, കുറച്ച് ഓയിൽ. ഒരു മിക്സിങ്. ഇനി നൂഡിൽസ്. യെസ്, കുക്ക്ഡ് നൂഡിൽസ് ആണ്. കുറച്ച് പനീർ പീസസ് ചേർക്കുന്നു. ഇനി വീണ്ടും ഒന്ന് മിക്സിങ്. ഇത് കാണുമ്പോൾ തന്നെ അറിയാം, അടിപൊളിയായിരിക്കും. കുറച്ച് ഓയിലും കൂടി ഒഴിച്ചിട്ട്
ജസ്റ്റ് 2 മിനിറ്റ് ക്ലോസ്. ഒന്ന് സ്റ്റീം ചെയ്യാനാണ്. അടപ്പ് മാറ്റി വീണ്ടും ഒന്ന് നല്ലതായിട്ട് മിക്സ് ചെയ്തു. എല്ലാം സെറ്റ്. കുറച്ച് മല്ലിയില. ഓക്കെ, പുള്ളിക്കാരിക്ക് കൊടുത്തു വിടാം പാർസൽ. മസാല ദോശ. ഓക്കെ, മൈസൂറായാലും മതി. ചിക്കൻ കഴിക്കുമോ ആള്? ചിക്കൻ കഴിക്കുമോ? ചിക്കൻ മൈസൂർ ദോശ ഉണ്ടാകും. ഓക്കെ, ചിക്കൻ മൈസൂർ ദോശ ഒരു പാർസൽ കൂടെ വാങ്ങിച്ചോണ്ട് പോകണം. ഓക്കെ, എണ്ണയല്ലേ മറ്റേ നമ്മുടെ സൂര്യകാന്തിയിലെ ആ കപ്പൽ നമ്മുടെ അവിടുത്തെ മച്ചിനി ഇറക്കിയൊക്കെ പാചകത്തിലുണ്ടായിരുന്നില്ലേ? മച്ചിന്റെ പേര് പറഞ്ഞാലും ആ. അതിലുള്ള നിങ്ങളെല്ലാം ടീം എല്ലാ ചാനലിലും ഉണ്ടാവും. വന്നിരുന്നല്ലേ? മരിച്ചിന് കച്ചവടം ഉണ്ടോ? മരിച്ചിനി ഇറച്ചിയൊക്കെ അവിടെ പിന്നെ ഇവർ ഇളക്കി കൊണ്ടുവന്നു. ആ, മച്ചിന്റെ പേര് ചോദിച്ചു, എല്ലാത്തിന്റെ പേര് പറഞ്ഞു. ഓ അത് ശരി. ഓ, അവിടെ മറ്റേ ഫുഡ് ഫെസ്റ്റിവൽ നടന്നപ്പോഴായിരിക്കും അല്ലേ? ഉത്സവത്തിന് കഴിഞ്ഞ പ്രാവശ്യം. ഓ, ഉണ്ടായിരുന്നു. ഓക്കെ ഓക്കെ. അങ്ങനെ ഉണ്ടായിരുന്നപ്പോ അവസാനം പത്രമൊക്കെ കൊണ്ട് കേരളം ഇപ്പം പോകില്ല. ആ. അങ്ങനെ വന്നപ്പോ എല്ലാം കാണാനായിട്ട് ആ, അവസാനം ചെന്നപ്പോ ആണ് കൊടുക്കാൻ മരിച്ചിട്ട് വേറെ എത്രയും പറഞ്ഞപ്പം പോയില്ല. നമ്മുടെ ദോശ എത്തി. ഇതാണ് എൻ്റെ ഫസ്റ്റ് ട്രയലാണ്. ചോപ്സിയ ദോശ. സാമ്പാറും ചമ്മന്തിയും ഒക്കെ തന്നിട്ടുണ്ട്. അടിപൊളി. ഇതാ നോക്കിയ. ഓ, രക്ഷയില്ല. അകത്തെ നൂഡില്, പനീർ. വാവ്, ചൂട് ഗംഭീരം. നമ്മൾ ഒരിക്കലും എക്സ്പെക്ട് ചെയ്യില്ല ഈ ഒരു കടയിൽ. അതായത് സിറ്റി വിട്ടിട്ടാണ്. പെരിങ്ങമല എന്ന് പറഞ്ഞാൽ കുറച്ചൊരു ഗ്രാമപ്രദേശമാണല്ലോ. ഗ്രാമം എന്ന് പറയാൻ പറ്റില്ല, എന്നാലും ഭയങ്കര വലിയ സിറ്റി അല്ലല്ലോ. അപ്പോൾ ഇവിടെ ഇത്രയും വെറൈറ്റി ദോശ കിട്ടുന്ന ഒരു ചെറിയൊരു കട. കട ചെറുത് മീൻസ് പുറത്തേക്ക് ഇങ്ങനെ ഷെഡ് പോലെ ഇറക്കിയിട്ടുണ്ട്. കട ഉള്ളിലേക്കാണ്, ഒരു ഷട്ടർ ഇട്ട കടയാണ്. വലിയ ഭയങ്കര ആഡംബരമൊന്നുമില്ല. ബട്ട് വെറൈറ്റി ദോശാസ് കിട്ടും എന്ന് പറയുമ്പോൾ ഞാനിത് അറിഞ്ഞിട്ട് വന്നതാണ്. എനിക്ക് പരിചയമുള്ള ഒരാളെ ഞാൻ വിളിച്ച് പറഞ്ഞതാണ്. അപ്പോൾ ഇതുപോലെ പരിചയമുള്ള കടകളൊക്കെ ഉണ്ടെങ്കിൽ നമ്മളുടെ കമൻറ്റ് ബോക്സിൽ വന്ന് പറയണം കേട്ടോ. പക്ഷെ ഇത് ഭയങ്കര വെറൈറ്റി ആയിട്ട് ഇവിടെ വന്നത്. സാധാരണ ഇതിപ്പോൾ മദേഴ്സ് പ്ലാസിലാണ് ഞാൻ ഇങ്ങനത്തെ ദോശാസ് കഴിയുക, അല്ലെങ്കിൽ പിന്നെ വലിയ റെസ്റ്റോറൻറ്റ്സിലൊക്കെയാണ് കാണുന്നത്. ഇതങ്ങനെയല്ല. പക്ഷെ ഇവിടുത്തെ ഓണർ കം ഷെഫ്, അദ്ദേഹത്തിൻ്റെ ഒരു എക്സ്പീരിയൻസ് എത്രയാണ്. സൗത്ത് ആഫ്രിക്കയും ഗൾഫ് രാജ്യങ്ങളിലും പല സ്ഥലങ്ങളിലും വർക്ക് ചെയ്ത എക്സ്പീരിയൻസ് കൊണ്ട് സ്വന്തം നിലയ്ക്ക് തുടങ്ങിയാണ്. അപ്പോൾ വലിയ ആഡംബരം ഇല്ലാണ്ട് ചെയ്യുമ്പോഴും നല്ല അടിപൊളി വെറൈറ്റി ദോശാസ്. ഇഷ്ടംപോലെ ആൾക്കാർ പാർസൽ എടുക്കാനും ഇരുന്ന് കഴിക്കാനും വരുന്നത്. കൂടുതലും പാർസൽ പോകുന്നതാണ് ഞാൻ കാണുന്നത്. പിന്നെ കുറച്ച് പേരൊക്കെ ഇടയ്ക്കിടയ്ക്ക് വന്ന് കഴിക്കാൻ മതി. ഉച്ചര കഴിയുമ്പോൾ തിരക്ക് കൂടും. 11 മണി വരെയാണ്. 5:30 മണിയോടുകൂടി സ്റ്റാർട്ട് ചെയ്യും. ഇതിന് സത്യമായ സാമ്പാറിനൊന്നും ആവശ്യമില്ല. ചമ്മന്തി പോലും വേണ്ട. അകത്ത് സോസും എല്ലാം കൂടെ വരുമ്പോൾ വെരി ടേസ്റ്റി. വന്നിരുന്ന് കഴിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്കും പാർസൽ വാങ്ങിച്ചിട്ട് പോകാം. വെരി നൈസ്. ദിസ് ഇസ് ചോപ്സ്യൂ ദോശ, പനീർ ചോപ്സ്യൂ. മേടിച്ചോ? സാധാ മസാല ദോശയാണോ വാങ്ങിച്ചത്? സാധാ മസാലയാക്കിയാ? എനിക്ക് നമ്പർ തരണം. ഓ, നമ്പറാ? എൻ്റെ ഫോൺ നമ്പറാ. അപ്പൊ എനിക്ക് നീ ചിക്കൻ തന്നതിന്റെ. അയ്യോ, ചേച്ചിയുടെ പേരെന്താ പറഞ്ഞേ? എന്റെ പേര് തങ്കമണി. തങ്കമണി. ഓക്കെ, ശരി. എൻ്റെ അമ്മ ഒരു ദോശ കഴിക്കാൻ തന്നെ വേറെ നിറയും കേട്ടോ. ഇനി ഒരു 2-3 പരീക്ഷിക്കണം എന്നാണ് മനസ്സിൽ. അപ്പോൾ ഇനി അടുത്ത ചീസ് ഫ്രാങ്കി ദോശ. അപ്പോൾ ഞാനൊരു ദോശ കഴിച്ചിട്ട് തിരിച്ച് വന്ന് നിൽക്കുവാണേ. ചൂടായിട്ട് കഴിക്കുമ്പോൾ ഉണ്ടാക്കുന്ന സമയത്ത് ഞാൻ തിരിച്ചു വന്നിട്ട് എടുക്കാൻ വിചാരിച്ചു. ദിസ് ഇസ് ചീസ് ഫ്രാങ്കി. കുറച്ച് ഉള്ളി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇട്ട് കഴിഞ്ഞു. എന്താ പേരെന്തായിരുന്നു? കുരിശമ്മ. ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് കേട്ടോ താമസിക്കുന്നത്. അവിടെ ഒരു കടയുണ്ട് തോന്നുന്നു അല്ലേ? അതെ, ഇവിടെ വന്ന് ഇടയ്ക്കൊക്കെ ദോശ വാങ്ങിച്ച് കഴിക്കുന്നതാണ് പറയുന്നത്. അടിപൊളിയല്ലേ? ഗംഭീരം. അടിപൊളി ആണല്ലേ? ഓ, ഓ അത് ശരി. പാരീസിലോ? ഓ, മിടുക്കൻ. ഷിപ്പില് പോയിരിക്കുകയാണ്. ചെറുമോൻ. 5 വർഷമായി. അടുത്ത മാസം വരും. സന്തോഷം സന്തോഷം. അവന്റെ ആഗ്രഹം. ഓ, അത് കൊള്ളാം. അപ്പൊ ഇവിടെ എല്ലാ വെജിറ്റബിൾസും ഇട്ട് കഴിഞ്ഞു. ക്യാബേജ്, ഉള്ളി, ക്യാരറ്റ്, ക്യാപ്സിക്കം,
കുറച്ച് എന്താണ് ബീറ്റ്റൂട്ട് എല്ലാം ഉണ്ട്. നല്ല പരിപാടിയാണ് അല്ലേ, ഇവിടെ നന്നായിട്ട് ചെയ്ത് കൊടുക്കുന്ന കടയാണ്. ഇവിടുത്തെ ആൾക്കാർക്ക് ഇവിടെ അടുത്തൊക്കെ താമസിക്കുന്ന എല്ലാവർക്കും ഭയങ്കര അഭിപ്രായം, ഇഷ്ടം ആണല്ലേ. ഓ, സാധാരണ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ സിറ്റിയിലൊക്കെ പോലെ കിട്ടുള്ളൂ. കുറച്ച് ഇപ്പൊ ഇവിടെ കിട്ടുന്നു പറയാൻ ഭയങ്കര സന്തോഷം. അതെ ബട്ടർ അതിന്റെ കൂടെ കുറച്ച് അമൂൽ ബട്ടർ തന്നെയാണ് ചേർക്കുന്നത്. കൂടിയ ബട്ടറാണ്, കുറഞ്ഞ ബട്ടറൊന്നും ചേർക്കില്ല. യെസ്, ബ്രാൻഡഡ് ബട്ടറും കൂടി ചേർത്തിട്ട്. ഇത് ഫ്രാങ്കിയാണ്, ചീസ് ഫ്രാങ്കി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുവാണ്. പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ചു, ഒന്നടച്ചിടും 2 മിനിറ്റ്. ഇതെല്ലാം ആവി കയറി കഴിഞ്ഞിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നു. സെഷ്വാൻ സോസ്, വിനീഗർ, സോയാബീൻ സോസ്, തേങ്ങാ ചട്നി, എല്ലാ കാര്യങ്ങളും ഇതിലും ചേർത്തിട്ടുണ്ട്. ഓക്കെ, നന്നായിട്ട് മിക്സ്. ഇനി ചീസ്. ഇത് ചീസ് ഫ്രാങ്കിയാണ്, അത് കാരണം ഇനി അടുത്ത പരിപാടി ചീസാണ്. ഗ്രേറ്റ് ചെയ്തിടാൻ പോണു. ഫ്രാങ്കിയുടെ മടക്കിൽ വ്യത്യാസമൊന്നുമില്ല അല്ലേ, ചെറിയ വ്യത്യാസം. അല്ലല്ല, ഓപ്പൺ വേണ്ട, അറിയാൻ വേണ്ടി നിങ്ങൾ സാധാരണ കൊടുക്കുന്ന പോലെ. ഇതാണ് ഫ്രാങ്കി മടക്ക്. കാണുമ്പോൾ തന്നെ അറിയാലോ, അടിപൊളിയാണ്. ചീസ് ഫ്രാങ്കി. ഇങ്ങനെ കോണിച്ചാണ് കട്ട് ചെയ്യുന്നത്, ചരിച്ച്. യെസ്, അടിപൊളി. ഇതൊരു മുട്ട ദോശയാണ് ഉണ്ടാക്കുന്നത്, അതും വെറൈറ്റിയാണ്. മുളക് പൊടി, ഗരം മസാലപ്പൊടി, ഇങ്ങനെ എല്ലാ കാര്യങ്ങളും ചേർക്കുന്നത്. സോൾട്ട്, മിക്സ്ഡ് വെജിറ്റബിൾസ് ആൻഡ് ഓണിയൻ, ഓയിൽ, സെഷ്വാൻ മസാല. അടിപൊളിയാണ് എല്ലാം. എൻ്റെ വയറ് നിറഞ്ഞു, എനിക്കിനി കഴിക്കാൻ പറ്റില്ല. ഒരു ദോശ കഴിച്ചപ്പോൾ എൻ്റെ വയറ് ഫുൾ. ദിസ് ഇസ് എഗ് ദോശ. അപ്പോൾ എന്തായാലും നമ്മുടെ ദോശ വെറൈറ്റീസ് എല്ലാം ദോശ വെറൈറ്റീസ് എല്ലാം കഴിച്ച് എൻ്റെ വയറെല്ലാം ഫുൾ റെഡി. ഇത്രയും ഞാൻ എക്സ്പെക്ട് ചെയ്തേയില്ല, ഗംഭീരമായിരുന്നു. പക്ഷെ നിങ്ങൾക്കും വരാം. ഇവിടെ 8:30 മണി കഴിഞ്ഞാൽ ഫാമിലി ക്രൗഡാണെന്നാണ് പറഞ്ഞത്. അത്രയും സമയം എനിക്ക് സമയമില്ല, ഞാൻ തിരിച്ചു പോകണു. ഇപ്പോൾ കുറേ പാഴ്സൽ പോകണു, കുറച്ച് അല്ലാതെ ആൾക്കാർ വന്ന് കഴിച്ചിട്ട് പോകണു. പക്ഷേ ദിസ് ഇസ് നമ്മൾ സിറ്റി വിട്ടിട്ട് ഇത്രയും മനോഹരമായ വെറൈറ്റി ദോശാസ് ഇവിടെ വേറെ ഒരിടത്തും ഇല്ല കേട്ടോ. അതൊരു വെറൈറ്റി ആയിക്കോട്ടെ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് വലിയ സന്തോഷമായി. ഓക്കെ, അപ്പം ഇവിടെ നിന്ന് പോകാം. എത്രയായി എന്ന് പറയും? അയ്യോ, അല്ലല്ല, അതൊന്നും പറ്റില്ല. അയ്യോ പ്ലീസ്, അങ്ങനെ പറയരുത്. നിങ്ങൾ അങ്ങനെയൊന്നും പറയരുത്. നിങ്ങളൊക്കെ ചെറിയ സംരംഭകരല്ലേ, നിങ്ങളെ എപ്പോഴും ലാഭിക്കാൻ. ഒരു കോബ്രാസ് ആണ് കേട്ടോ, 2 സിസ്റ്റേഴ്സിന്റെ ഭർത്താക്കന്മാരാണ്. അപ്പോൾ പുള്ളിക്കാരൻ ഫുൾ സപ്പോർട്ട് കൂടെ. റൈറ്റ്, അപ്പോൾ പോയിട്ട് വരാം. താങ്ക് യു. ഫോൺ നമ്പർ ഞാൻ കൊടുത്തേക്കാം. തീർച്ചയായിട്ടും. അപ്പോൾ എല്ലാവരും വരിക. ഇവിടുത്തെ ഉത്സവം നടക്കുന്ന ശിവക്ഷേത്രം പെരിങ്ങമല വന്നിട്ട് ഈ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ കേളേശ്വരം എന്നാണ് പറയുന്നത്. കേളേശ്വരം ശിവ ടെമ്പിളിൻ്റെ ഒരു 4-5 കടയപ്പുറം, അത്രേ ഉള്ളൂ ശിവഭഗവാന്റെ ക്ഷേത്രം. ഈ ഉത്സവത്തിൻ്റെ സൗണ്ടും ഇവിടെ തിരുവാതിരയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. കൈകൊട്ടിക്കളി അതൊക്കെ നടക്കുകയാണ്. കുറേ മിക്സ്ഡ് സോങ്സൊക്കെ വെച്ചിട്ട് ആ ശബ്ദമൊക്കെയാണ് നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. നല്ല ലൈറ്റിങ്, വെരി ബ്യൂട്ടിഫുൾ ഇലൂമിനേഷൻസൊക്കെയാണ്. അലങ്കാരങ്ങൾ, ദീപാലങ്കാരങ്ങളൊക്കെ ഗംഭീരമായിട്ടുണ്ട്. ഇവിടുത്തെ ഒരു വലിയ വിശേഷമാണ് ഈ ക്ഷേത്രവും ഇവിടുത്തെ ഈ ഒരു ഉത്സവവും ഒക്കെ. ഇവിടുത്തെ ആൾക്കാരുടെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു ദിവസമാണ്. നല്ലൊരു ഉത്സവമാണ് ഇവിടെ. ഇവിടുത്തെ ആൾക്കാർ ഉറ്റുനോക്കുന്നൊരു സമയമാണിത്, ഈ ടെമ്പിൾ ഫെസ്റ്റിവൽ. വളരെ ഗ്രാൻഡാണത്. നോക്കിക്കോളൂ, ടെമ്പിളും പരിസര പ്രദേശങ്ങളും. കേളേശ്വരം, ശ്രീ രക്തേശ്വരി, ശ്രീ ഭഗവതി ക്ഷേത്രം, അതിവിടെ ക്ഷേത്രം, അവിടെ ശിവക്ഷേത്രം, എല്ലാം കൂടി. ഈ റോഡ് മുഴുവൻ ബിസിയാണ് കംപ്ലീറ്റ്ലി. അപ്പോൾ ഈ കട ഈ ഒരു റോഡിൻ്റെ തൊട്ട്, അതായത് ഈ ടെമ്പിൾ കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ടാണ്, ഇടത്തെ സൈഡിലാണ്. അവിടെ നിന്ന് വരുമ്പോൾ പെരിങ്ങമല സൈഡിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കട്ടെ. അപ്പോൾ കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.